ഫ്രാൻസിസ് മാർപ്പാപ്പയെ അനുസ്മരിച്ച് സിറോ മലബാർ സഭ. റോമിലെ അനസ്തിയാസ് ദേവാലയത്തിൽ നടന്ന അനുസ്മരണ ശുശ്രൂഷകൾക്ക് സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ നേതൃത്വം നൽകി. ഫ്രാൻസിസ് മാർപ്പാപ്പ സിറോ മലബാർ സഭയ്ക്ക് വിട്ടുകൊടുത്ത ബസലിക്കയാണിത്. റോമൻ സാമ്രാജ്യത്തിന്റെ ശേഷിപ്പുകളും അനസ്തിയാസ് ദേവാലയത്തിലുണ്ട്. പന്ത്രണ്ട് വർഷം സഭയ്ക്ക് വഴികാട്ടിയായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയെ അനുസ്മരിച്ചാണ് സിറോ മലബാർ സഭ വത്തിക്കാനിൽ പ്രത്യേക ശുശ്രൂഷകൾ നടത്തിയത്. ശുശ്രൂഷകൾക്ക് സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ നേതൃത്വം നൽകി. മാർപ്പാപ്പയോടുള്ള കടപ്പാട് വലുതാണെന്ന് മാർ റാഫേൽ തട്ടിൽ അനുസ്മരിച്ചു. മാർപ്പാപ്പ നമ്മുടെ സഭയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ചെയ്ത വലിയ കാര്യങ്ങൾ, ഒന്ന് സിറോ മലബാർ സഭയ്ക്ക് റോമിലെ ഏറ്റവും പുരാതനമായ പള്ളികളിലൊന്നായിട്ടുള്ള ബസിലിക്ക സാന്ത അനസ്താസിയ എന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. ഒരിക്കലും നമുക്കത് മറക്കാൻ പറ്റുകയില്ല. എല്ലാവർക്കും വേണ്ടി ശബ്ദമുയർത്തി സമാധാനത്തിനു വേണ്ടി നിലകൊണ്ട ഫ്രാൻസിസ് മാർപ്പാപ്പ കാരുണ്യത്തിന്റെ ദീപമായിരുന്നുവെന്ന് CBCA അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത്. പലതരത്തിലുള്ള വേണ്ടി യുദ്ധത്തിൽ സൈനികർക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി ശബ്ദമുയർത്തിയ പാപ്പയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. നിരവധി വൈദികരും അനുസ്മരണ ശുശ്രൂഷകളുടെ ഭാഗമായി. എന്റെ കർത്താവ് നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെ നിർത്തണ